ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ പഠനരീതികൾക്ക് ഒരു സൂപ്പർ പവർ നൽകാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സങ്കീർണമായ പാഠങ്ങൾ, വായിച്ചാൽ മനസ്സിലാവാത്ത നോട്ടുകൾ, ഇതിനെയെല്ലാം ലളിതമാക്കാൻ AI എങ്ങനെ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനാകുമെന്ന് നമുക്ക് നോക്കാം. എഐയെ നമ്മളൊരു വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട. വളരെ സിമ്പിളായി പറഞ്ഞാൽ, അയ്യോ ഇതെന്താ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന ടെൻഷനിൽ നിന്ന് സംഭവം എനിക്ക് കിട്ടി എന്ന കോൺഫിഡൻസിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണിത്. അപ്പോ ആ യാത്ര നമുക്ക് തുടങ്ങാം. ഒന്നാം ഭാഗം, ചോക്ക് ബോർഡുകളിൽ നിന്ന് AIയിലേക്ക്. ഇന്നത്തെ AI ടൂളുകൾ എങ്ങനെയാണ് ഇത്രയധികം സ്മാർട്ടായതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പുറകോട്ടു പോകണം. കാരണം ഇത് ഒറ്റ രാത്രി കൊണ്ടുണ്ടായ ഒരു മാറ്റമല്ല, വർഷങ്ങളുടെ ഒരു യാത്രയുടെ ഫലമാണ്. ഈ ടൈംലൈനിലേക്കൊന്ന് നോക്കിയേ. 1950കളിൽ ചിന്തിക്കുന്ന യന്ത്രങ്ങൾ എന്നൊരാശയത്തിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം. പിന്നെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ഒരു കമ്പ്യൂട്ടർ ലോക ചെസ് ചാമ്പ്യനെ തോൽപ്പിച്ചു. പക്ഷെ ശരിക്കുള്ള കളി മാറിയത് ഈ അടുത്ത കാലത്താണ്, അല്ലേ? 2020 ശേഷം GPT-3, GPT-4 പോലുള്ള ടൂളുകൾ നമ്മുടെ എല്ലാം ഫോണിലും ലാപ്ടോപ്പിലും എത്തി. ഈ ഒരു വേഗതയാണ് AIയെ ഇത്രയും പവർഫുൾ ആക്കുന്നത്. അപ്പോ എന്താണ് ഈ ജനറേറ്റീവ് AI? ഇത് നമ്മളെപ്പോലെ ഇരുന്ന് ചിന്തിക്കുകയൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗംഭീര പാറ്റേൺ മാച്ചിങ് ഗെയിമാണ്. കോടിക്കണക്കിന് പുസ്തകങ്ങളും ലേഖനങ്ങളും ചിത്രങ്ങളും അതിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മളൊരു വാക്ക് കൊടുക്കുമ്പോൾ അടുത്തതായി വരാൻ ഏറ്റവും സാധ്യതയുള്ള വാക്ക് ഏതാണെന്ന് അത് പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് മനസ്സിലാക്കലല്ല, മറിച്ചൊരു പ്രിഡിക്ഷൻ മാത്രമാണ്. രണ്ടാം ഭാഗം, AI പഠന വിപ്ലവം. ശരി, ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഈ ടെക്നോളജി നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ എങ്ങനെയാണ് ഒരു വിപ്ലവം തന്നെ കൊണ്ടുവരാൻ പോകുന്നതെന്ന് നോക്കാം. എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു അനുഭവം കാണും, അല്ലേ? ക്ലാസ്സിൽ ലെക്ചർ കേട്ട് എന്തൊക്കെയോ കുത്തിക്കുറിച്ച നോട്ടുകൾ പരീക്ഷയുടെ തലേദിവസം എടുത്തു നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ തല പുകഞ്ഞിരുന്നിട്ടില്ലേ? എന്നാലൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ആ കുഴഞ്ഞുമറിഞ്ഞ നോട്ടുകൾ വെറും 5 മിനിറ്റിനുള്ളിൽ പരീക്ഷയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമുള്ള ഒരു അടിപൊളി സ്റ്റഡി ഗൈഡായി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലോ? ഇത് സയൻസ് ഫിക്ഷൻ സിനിമയൊന്നുമല്ല, ഇതാണ് AI നിങ്ങൾക്ക് തരുന്ന പുതിയ പവർ. മൂന്നാം ഭാഗം, നിങ്ങളുടെ പുതിയ പേഴ്സണൽ ട്യൂട്ടർ. അപ്പോ ഈ മാജിക് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ ട്യൂട്ടറെ നമുക്ക് അടുത്തൊന്ന് പരിചയപ്പെടാം. 24 മണിക്കൂറും നിങ്ങളുടെ ഏത് സംശയവും തീർത്തു തരാൻ റെഡിയായി നിൽക്കുന്ന ചില AI ടൂളുകളാണിവ. ഈ വ്യത്യാസം കണ്ടോ? ഇടതുവശത്ത് നമ്മളുടെ സ്ഥിരം അവസ്ഥ, എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നുവെന്നറിയാത്ത ചിതറിക്കിടക്കുന്ന നോട്ടുകൾ. ഇനി വലതുവശത്തേക്ക് നോക്കൂ, AI തയ്യാറാക്കിയത്. പ്രധാന ആശയങ്ങൾ, നിർവചനങ്ങൾ, ചോദ്യങ്ങൾ എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ. പരീക്ഷയ്ക്ക് പഠിക്കാൻ ഇതിലേതാണ് നല്ലത്? ഉത്തരം വളരെ സിമ്പിളാണല്ലേ? അപ്പോ ഈ ടൂൾസ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതെന്ന് നോക്കാം. ഇതിന് നിങ്ങളുടെ നോട്ടുകളിലെ പ്രധാന പോയിന്റ്സ് ചുരുക്കി തരാൻ പറ്റും, ഒരേ വാക്കുകളുടെ അർത്ഥം പറഞ്ഞു തരാൻ പറ്റും, ഉദാഹരണങ്ങൾ തരാൻ പറ്റും. എന്തിനേറെ പറയുന്നു, നിങ്ങൾ ഈ ഭാഗം നോട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും ഇതിന് കഴിയും. ഇതൊരു സാധാരണ സ്റ്റഡി ഗൈഡല്ല, ശരിക്കും നിങ്ങളുടെ പഠനത്തിലെ കുറവുകൾ നികത്തുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് തന്നെയാണ്. നാലാം ഭാഗം, AIയുടെ ഭാഷയിൽ പ്രാവീണ്യം നേടാം. ഓക്കെ, അപ്പോൾ ടൂള് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഒരു മെഷീനോട് എങ്ങനെ സംസാരിക്കണമെന്നറിയുന്നതിലാണ് കാര്യം. AIയെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പഠിക്കുന്നത് ഭാവിക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവ് നേടലാണ്. IBM പറയുന്നത് കേട്ടോ, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് പുതിയ കോഡിംഗ്. ഇത് വെറുതെ പറയുന്നതല്ല. AIയോട് എങ്ങനെ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാം എന്നതിനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇത് വെറുമൊരു ടെക്നിക്കല്ല, നാളത്തെ ലോകത്ത് ഏറ്റവും ഡിമാൻഡുള്ളൊരു ജോബ് സ്കിൽ കൂടിയാണിത്. അപ്പോ എങ്ങനെ ഒരു കിടിലൻ പ്രോംപ്റ്റ് ഉണ്ടാക്കാം? വെറും 4 സ്റ്റെപ്പുകൾ ഓർത്താൽ മതി. 1, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി പറയുക. ഉദാഹരണത്തിന്, എന്റെ ബയോളജി നോട്ടുകൾ സംഗ്രഹിക്കണം. 2, അതിനു വേണ്ട സന്ദർഭം കൊടുക്കുക, അതായത് നിങ്ങളുടെ നോട്ടുകൾ. 3, അതിന് ചില നിയമങ്ങൾ വെക്കുക, പുറത്തുനിന്ന് ഒരു വിവരവും ചേർക്കരുത്. 4, ഉത്തരം ഏത് രൂപത്തിലാണ് വേണ്ടതെന്ന് പറയുക, പോയിന്റുകളായി തരണം. ഇങ്ങനെ കൃത്യമായ നിർദ്ദേശം കൊടുത്താൽ AI നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റായ ഉത്തരം തരും. അഞ്ചാം ഭാഗം, ഭാവിക്കായി തയ്യാറെടുക്കാം. ശരി, ഇതെല്ലാം പരീക്ഷ പാസ്സാവാൻ വേണ്ടി മാത്രമല്ല. നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഈയൊരു സ്കിൽ നിങ്ങളുടെ ക്ലാസ് മുറിക്ക് പുറത്ത് നാളത്തെ നിങ്ങളുടെ കരിയറിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കാം. ഈ നമ്പർ കണ്ടോ? 100ൽ കൂടുതൽ. വെറുമൊരു സംഖ്യയല്ല ഇത്. AI കഴിവുകൾ എങ്ങനെ വികസിപ്പിക്കാമെന്ന് ചർച്ച ചെയ്യാൻ ഒരുമിച്ചുകൂടിയ രാജ്യങ്ങളുടെ എണ്ണമാണിത്.
ഇതൊരൊറ്റ കാര്യമാണ് നമ്മളോട് പറയുന്നത്. നിങ്ങൾ ഇന്ന് നേടുന്ന ഈ അറിവിന് ലോകമെമ്പാടും വലിയ വിലയുണ്ട്. ഇത് നിങ്ങളുടെ ഭാവിക്കു വേണ്ടിയുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, AI പഠനത്തിന് പകരമാവില്ല, പക്ഷേ പഠനത്തെ എളുപ്പമാക്കാനുള്ള ഒരു സൂപ്പർ ടൂളാണ്. രണ്ടാമത്, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ സ്കിൽ. മൂന്നാമത്, ഇന്ന് നിങ്ങൾ നേടുന്ന ഈ കഴിവുകൾ നാളത്തെ നിങ്ങളുടെ കരിയറിലെ മുതൽക്കൂട്ടായിരിക്കും. അവസാനമായി ഓർക്കുക, നിങ്ങളുടെ പുസ്തകങ്ങളും നോട്ടുകളും തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ ട്യൂട്ടർ. AI അതിനെ ഒന്ന് പവർഫുൾ ആക്കുന്നുവെന്ന് മാത്രം. അപ്പോ പഠനത്തിന്റെ ഭാവി വരാൻ പോകുന്ന ഒന്നല്ല, അതിപ്പോ ഇവിടെ തന്നെയുണ്ട്. ടെക്നോളജി നിങ്ങളെ വിരൽത്തുമ്പിലുണ്ട്. ചോദ്യം ഇത്രയുള്ളൂ, ആ ഭാവിയെ നയിക്കുന്ന നിർദ്ദേശങ്ങൾ, ആ പ്രോംപ്റ്റുകൾ, അത് നിങ്ങൾ എങ്ങനെ എഴുതും? ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങളാണ്. The Center for Advanced Technology and Skills, Malappuram.